പഴമയോടും പുരാതന വസ്തുക്കളോടുമുള്ള ഭ്രമം ആരംഭിച്ചത് 35 വർഷങ്ങൾക്ക് മുമ്പേ. 1977 ദുബൈയിലേക്ക് കടൽ കടന്നതു മുതൽ ഹനീഫ ഹാജി പഴമയിലെ പുതുമ തേടിയുള്ള യാത്രയിലാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും നാണയങ്ങളും തുടങ്ങി പലതും പിന്നീട് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലേക്ക് കടന്നു വന്നു. വിവിധ സാഹചര്യങ്ങളിൽ UAE പുറത്തിറക്കിയ 1 ദിർഹത്തിന്റെ 50ഓളം കോയിനുകളാണിവ. ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളുടെ കോയിനുകളും കറൻസികളും പഴയ ക്യാമറയും ഫോണും തസ്ബീഹുമാലയും ഇതിന്റെ കൂട്ടത്തിൽ കാണാം. ദുബായ് ഡിഫൻസിലെ ജോലിയും വിവിധ രാജ്യക്കാരുമായുള്ള പരിചയവും തന്റെ ആഗ്രഹങ്ങൾക്ക് അനുകൂല സാഹചര്യമാവുകയായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. പോസ്റ്റൽ കവറുകൾ, പിന്നെ പുരാവസ്തു സാധനങ്ങൾ, അതിൽ ഗ്രാംഫോണ്, ടെലിഫോണ്, പഴയ ബ്രിട്ടീഷിൻ്റെ കാലത്തുള്ള യുദ്ധകാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ടെലിഫോണുകൾ, ഒരുപാട് സാധനങ്ങൾ അങ്ങനെ തന്നെ കളക്ട് ചെയ്ത് ഒരുപാടായി പോയി. അനുകൂല സാഹചര്യമില്ലാത്തതിനാൽ വിദ്യാഭ്യാസം ലഭിക്കാതെ പോയ ഹനീഫ ഹാജിയിലേക്ക് ലോകവിവരങ്ങൾ അനുഭവങ്ങളായി എത്തുകയായിരുന്നു. പഴമ തേടിയുള്ള തന്റെ യാത്ര ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്വിറ്റ്സർലാൻഡിലും ഫ്രാൻസിലും എത്തിച്ചു. തന്റെ ശേഖരത്തിൽ പകുതിയിലധികവും നാട്ടിലാണുള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു. 4 ലക്ഷത്തോളം ദിർഹം വില വരുന്ന ശേഖരം നാട്ടിലും ഗൾഫിലുമായി ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് മോഷണം പോയ തന്റെ ശേഖരത്തെക്കുറിച്ചും പെട്ടിപ്പാലയിലെ KC ഹനീഫ ഹാജി വേദനയോടെ ഓർക്കുന്നു. പഴയ ഈ ക്യാമറ പോലെ പുതിയ തലമുറക്കുള്ള ഒരുപാട് കരുതിവെപ്പുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ ശേഖരത്തിലുള്ളത്. ദുബായിൽ നിന്നും ക്യാമറമാൻ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1.